എന്താ മനസ്സിലായോ? ഇന്ന് നമ്മള് ഞായറാഴ്ച വിശേഷമാണ് കേട്ടോ. ഇപ്പൊ വെള്ളിയും പച്ചയും അതേപോലെ ഓറഞ്ചൊക്കെ ആയിട്ട് കണ്ടോ. ഇതെന്താന്ന് മനസ്സിലായോ? മനസ്സിലായിട്ടില്ലെങ്കിൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം കുറച്ചില്ലേ നമ്മള് ചിക്കൻ ചില്ലി ഉണ്ടാക്കണുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചിക്കനും കുമ്പളങ്ങിയും കൂർക്കയും പാടെ ഒരു കൂട്ടാനും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. എന്താ അതാ അതിനുള്ള സാധനങ്ങളൊക്കെ കുറെ സമയം ആവില്ലേന്ന് വിചാരിച്ചിട്ട് നമ്മള് ബസുമതി അരി ഇല്ലേ വേവിച്ച് ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കണ്ടോ എണ്ണ ഒഴിച്ചു കൊടുക്കണ്ട്. ഇന്ന് അമ്പലത്തില് താലപ്പൊലിയാണ്. മഴ പെയ്യോന്ന് അറിയില്ല കേട്ടോ. നല്ല മഴക്കോളുണ്ട് ചേട്ടാ. അമ്പലത്തില് പറഞ്ഞ കല്ലടിക്കോട്ടിലതാ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള. നമ്മുടെ ചുറ്റുവട്ടത്തൊന്നല്ല കേട്ടോ, കല്ലടിക്കോടാണേ. 5-6 കിലോമീറ്റർ അപ്പുറത്താണ്. 5-6 കിലോമീറ്റർ അപ്പുറത്ത്. ഇതാ എണ്ണ നല്ല പോലെ ചൂടായിട്ടുണ്ട്. ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനൊരു 2 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ ഇരുന്നോട്ടേക്ക്. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാം? ബിരിയാണി ഒന്നല്ല കേട്ടോ. ഇന്ന് നമ്മൾ ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കുന്നത്. ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അതേപോലെ നമ്മളൊരു ചിക്കന്റെ ഒരു കൂട്ടാനും. ചോറോ എന്താ ചുറ്റി പറഞ്ഞ? ഓ ഏട്ട ഉദ്ഘാടനം ചെയ്ത ചട്ടി. ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതാ അരച്ചെടുത്തതാണ്. അത് ഇതിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഉള്ളി നല്ല പോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമ്മള് ഈ തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതാ 1.5 സ്പൂണ് മുളക് പൊടി, 1.5 സ്പൂണ് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി. തക്കാളി നല്ല പോലെ വാടട്ടെ കേട്ടോ. ശരി, ഈ മൺചട്ടിയിലേ എന്താ വെക്കാച്ച നല്ല സുഖല. അധികം ഒരുപാട് അത്ര എണ്ണ വേണ്ടല്ലേ. മയങ്ങി കഴിഞ്ഞാലേ ഇതില് മറ്റേതുപോലെ അല്ല കേട്ടോ, പിടിക്കില്ല. ഞങ്ങക്ക് ഇറച്ചിയൊന്നും വെക്കാന് വലിയ ചട്ടി ഉണ്ടായിരുന്നില്ല. മീൻ വെക്കാനുള്ള ചട്ടിയുണ്ട്, ഇറച്ചി വെക്കാനുള്ള ചട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ സാമ്പാറ് മീൻകറി ഒക്കെ നമ്മള് എന്താ പറയാ, കുട്ടിക്കാലെന്നോ? കുട്ടിക്കാലം. നീ അവിടെ ഇരുന്ന് തിന്നിട്ട് ക്യാരറ്റ് മുഴുവൻ കഴുകിപ്പോ എന്താ പറയാന്ന് മനസ്സിലാകുമ്പോഴേക്ക് ക്യാരറ്റ് വാങ്ങാൻ പോകേണ്ടി വരും. ഓരോ സംശയങ്ങളോട് വരും. നമ്മളിതാ മസാലകള് ഇട്ട് കൊടുക്കണ്ട്. അച്ചുട്ടിയേ ആ ചിക്കൻ ഒന്ന് എടുത്ത് തരുമോ പെണ്ണെ? എന്തെങ്കിലുമൊക്കെ പണിയെടുത്തോ, അല്ലെങ്കിൽ പച്ചക്കറി ഒന്നും ഉണ്ടാവില്ല. എന്തേ അവള് തിന്നാ? അച്ചുട്ടിയേ അങ്ങനെ കഴിക്കാൻ പാടില്ല. നമ്മളിതാ കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണ്ട്. കാബേജിൽ ഇടയിൽ കൂടെ നല്ല കേടുണ്ടല്ലോ. കാബേജ് അത് ക്യാരറ്റ് ബീൻസില് ഇതാ കുമ്പളങ്ങിയും കൂർക്കി നമ്മൾ കഴുകി വെച്ചതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണ്ട്. വയസ്സായില്ല അച്ചു, അതാ ഓർമ്മത്തെറ്റൊക്കെ വരും. അച്ഛൻ വയസ്സായി എന്ന് പറയുന്നത്, വയസ്സനായി എന്ന് പറയുന്നത്. ഇത് പെട്ടെന്നുണ്ടായ ഒരു ഐഡിയ ആണ് കേട്ടോ. കുമ്പളങ്ങ കണ്ടപ്പോ അമ്മ പറഞ്ഞു കുമ്പളങ്ങ അല്ലെങ്കിൽ കേട് വന്നു പോവും, എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ എന്നാ കുമ്പളങ്ങയും കൂർക്കിയും ഒക്കെ പാടിട്ടിട്ട് ഒരു നേരം ഇങ്ങനെ പോട്ടെ. ഇത് നമ്മൾ ഇതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിങ്ങനെ കണ്ടോ എന്ത് രസായിട്ടാ അതിന്റെ കളറൊക്കെ. ചിക്കൻ എന്താ ഉരുണ്ട ചിക്കൻ പീസ് കാണുന്നു. അത് ഞാൻ എല്ല് കഷ്ണങ്ങൾ അധികം എടുത്ത് വെച്ചതാണ്. നമ്മളിതാ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ. ഉരുണ്ടല്ലോ എന്താണ് കൂർക്ക ഉരുണ്ട കഷ്ണങ്ങൾ എന്നാ പറഞ്ഞത്. കുറച്ച് ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇതാ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്.
മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അച്ചുട്ടിയെ അതാ ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് കേട്ടോ. അതിനൊന്നും ഒരു പിശുക്കും കാണിക്കാതെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അച്ചോ. സുകന്യയുടെ വാർപ്പായിട്ട് എന്താ കൂടെ നടക്കും? ആര്? നാളെയാണ്. ഇതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അമ്മ കുരുമുളകിന്റെ പൊടി എവിടെ അമ്മ? ഇന്നലെ കഴിഞ്ഞൂന്ന് പറയാ നിക്ക്, നാളെന്ന് പറയുന്നത്. ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല പോലെ തിരുമ്പി 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 ഇട്ട് മുട്ടല്ലേ ഇതാ മുട്ടയും കൂടി അങ്ങോട്ട് ഒഴിച്ചിട്ടില്ലേ, നമ്മളിത് 1/2 മണിക്കൂർ അങ്ങോട്ട് വെക്കുക. ചക്ക വെച്ച് കൊടുക്കാം, തേങ്ങ വറുക്കാം. അഞ്ചാറ് കുരുമുളകും വറവായി. നമ്മുടെ തൊട്ടടുത്തുനിന്ന് 2 ദിവസം മുന്നേ ഒരു മലമ്പാമ്പിനെ കിട്ടി കേട്ടോ. ചെറുതൊന്നല്ല, നല്ല വലിപ്പുള്ളതാ. ചാക്കിന്റെ ഉള്ളിൽ ഇങ്ങനെ നിറച്ച് കിടക്കണ്ടായിരുന്നു. അപ്പൊ നമ്മളതിന്റെ വീഡിയോ ഒക്കെ എടുത്താണ്. പക്ഷെ കൊണ്ടുപോകാൻ ആ പാമ്പിനെ പിടിച്ച് ചാക്കിൽ കെട്ടിയിട്ട് കൊണ്ടുപോകാൻ ഫോറസ്റ്റുകാർ വരാൻ നേരം വൈകിയപ്പോ ഞാൻ പിന്നെ ആ വീഡിയോ കളഞ്ഞതാണ്. അല്ലെങ്കിൽ വീഡിയോ എടുത്ത് കാണിച്ചു തരാന്ന് വിചാരിച്ചാണ്. പിന്നെന്താ വെച്ചെങ്കിൽ വീഡിയോ ഒക്കെ പബ്ലിഷ് ചെയ്യുകയും ചെയ്യും. ഇവര് പാമ്പിനെ കൊണ്ടുപോകാൻ എന്തെങ്കിലും വൈകിട്ട് പാമ്പ് ഇങ്ങനെ അവരെ കയ്യിൽ മിസ്സായി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് സമാധാനം പറയേണ്ടി വരും. അതിന് പുറമെ അതില് നമ്മുടെ കൂട്ടുകാർ 2 ആൾക്കാർ ആ ചാക്ക് തുറന്ന് കാണിച്ചിരുന്നൊക്കെ അവരും പെടും ഞാനും പെടും. വെറുതെ വയ്യാവേലിക്ക് നിൽക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ആ വീഡിയോ കളഞ്ഞു. കടിക്കുന്നില്ല. നമ്മുടെ ഇവിടുന്ന് ഒന്നൊന്നല്ല കേട്ടോ, കഴിഞ്ഞ വർഷം അപ്പുറത്ത് 2 ഒപ്പം 2 കിട്ടി. ഈ ചുറ്റുവട്ടം തന്നെ ഒരു 10ഓളം മലമ്പാമ്പിനെ ചുരുങ്ങിയ 2-3 വർഷത്തിനുള്ളിൽ പിടിക്കണ്ടായിട്ടുണ്ട് കേട്ടോ. അതില് ഒരു 3-4 നല്ല വലുതാണ്. ഇത് ഒരു മീഡിയം സൈസാണ്. ഈ വർഷം തന്നെ 4 കിട്ടിട്ടോ. 4 കിട്ടിയോ? പറഞ്ഞു 10 രൂപ ആക്കുമ്പോ നമ്മള് കോഴിക്കുട്ടികളൊക്കെ കൊണ്ടുവരുമ്പല്ലേ 20 കുട്ടികളെ, 20 ചെറിയ കുട്ടികളെ, 20 വലിയ കുട്ടികളെ, പിന്നെ 2 പട്ടയല്ലേ, 42 കോഴികൾ ഉണ്ടായിരുന്നാണ്. ഇപ്പൊ 18 കോഴി ഉണ്ട്. ഇപ്പൊ 42 കോഴി മാത്രല്ല, നമ്മൾക്ക് വേറെ ഇവിടെ ആദ്യം ഉണ്ടായിരുന്ന അക്കപ്പാടെ 10-45 കോഴി ഉണ്ടായിരുന്നാണ്. ഇഷ്ടം പോലെ. ഇപ്പൊ നമ്മുടെ കോഴികള് 17-18 കോഴിയുള്ളൂ കേട്ടോ. ബാക്കി അതിലൊരു 10 കൊടുത്തിട്ടുണ്ടാവും. പിന്നെ 10 കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോ 1-2 ചത്തും പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ബാക്കിയുള്ള കോഴികളൊക്കെ ഏത് കൂടെ 10 കൊടുത്തില്ല ഉണ്ട്. ബാക്കി നോക്കുമ്പോഴേക്കും പറയും, എന്താ കോഴിക്കുട്ടികളെ കൊടുക്കാൻ നോക്കുമ്പോ പറയും, അയ്യോ അത് സുന്ദരിയാണ്, അല്ലെങ്കിൽ നല്ല ദേവലാണ്, അതിന് അപ്പൊ ബാക്കിയുള്ള കോഴി എത്രണ്ണം ഏതൊക്കെ വഴിക്ക് പോയെന്നുള്ള അറിയില്ല കേട്ടോ. മലമ്പാമ്പ് പിടിച്ചോ, കുറുക്കം പിടിച്ചോ, കീരി പിടിച്ചോ, നായ പിടിച്ചോ ഒന്നും അറിയില്ല. നമ്മള് നായ ആയിട്ടാണ് കണക്കാക്കും. നായ പിടിച്ചു പോയി, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ ഒരെണ്ണം മാത്രം നമ്മൾ അറിഞ്ഞിട്ട് ശരിക്കും നായ പിടിച്ച് കൊല്ലുണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ കണ്ടതാണ്. നമ്മളിതാ അരച്ച് വെച്ച തേങ്ങയും കൂടി വെച്ചു കൊടുക്കണ്ടേ. എന്താ പറയാമെന്ന്? അല്ല അമ്മ മലക്കുപോയതിന്റെ വിശേഷങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അമ്മ മലക്കുപോയ സമയത്ത് തിരക്കൊക്കെ കുറവുണ്ടായിരുന്നു. അപ്പൊ തിരക്ക് കുറവുണ്ടായിരുന്നു. അതേപോലെ നന്നായി ദർശനം കിട്ടി, നേരെ അഭിഷേകം ചെയ്യാൻ പറ്റി, യാത്രയൊക്കെ സുഖമായി എന്ന് പറഞ്ഞിട്ട് വിളിച്ചായിരുന്നു. ഇത് ഇത്ര നൈസായിട്ട് പോരെ? ക്യാരറ്റ് ഇത്ര നൈസായിട്ട് പോരെ? ഇത് എന്തായോ ഉപ്പും കൂടി ഇട്ട് കൊടുക്കണ്ടേ. അതേപോലെ നമ്മുടെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ.
ഇത് നമ്മുടെ പാലക്കാടൻ കുമ്പളങ്ങി ഇറച്ചി വെക്കില്ലേ അതേപോലെ തന്നെയാണ് വെച്ചിട്ടുണ്ട്. വറുത്തരച്ചിട്ടും വെക്കുക, വറുത്തരക്കാന്ന് വെക്കുക. ഞങ്ങളുടെ ഇവിടെ കല്യാണത്തിലേക്ക് തലേ ദിവസമല്ലമ്മ ഇതിന്റെ കൂടെ ഒരു പപ്പടം അതേപോലെ എന്തെങ്കിലും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. ഇത് വാങ്ങട്ടെ. നമ്മളിതാ ഒരു 7 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിക്കില്ലേ നമ്മള് കുരുമുളകിന്റെ പൊടി ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയ പുളിസയ്യാണ്. കണ്ടിട്ടും കൂടി ഇല്ലാത്ത സാധനമാണ്. മുട്ട വറുത്തതല്ലേ, ദിവസം നമുക്ക് കിട്ടാറേ ഇല്ലാറല്ലേ. മുട്ട വറക്കണേന് എന്തിനടാ ക്യാരറ്റ്, എന്തിനടാ ബീൻസ്? അപ്പൊ അതന്നെ പറഞ്ഞു. നീ ഇവിടെ ഇരിക്കും, ഇവിടെ ഇരുന്നാലല്ലേ അത് കാണാൻ പറ്റൂ. നമ്മളിതാ കൊത്തിപ്പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിത് മനസ്സിലായില്ല എന്താന്നുള്ളത് കേട്ടോ. ഇതാ ക്യാരറ്റ് ആദ്യമല്ല, ക്യാരറ്റ് നുറുക്കിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എണ്ണ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എണ്ണയില് ക്യാരറ്റ് നുറുക്കിയത്, പിന്നെ ബീൻസ്, പിന്നെ ഇത് ഒരു ക്യാപ്സിക്കല്ലേ, ക്യാപ്സിക്കം. ഈ ക്യാപ്സിക്കത്തിന് പല കളറുകളുണ്ട് കേട്ടോ. മഞ്ഞ കളറൊക്കെ ഉണ്ട്. ഇന്ത്യയില് സോയാ സോസ് ഒന്നും ഇല്ല കേട്ടോ. അതൊക്കെ ഉള്ളോര് സോയാ സോസും ഒക്കെ ഒഴിച്ചു കൊടുത്തോളൂ. നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന, നമ്മള് സാധാരണ വീട്ടിലുണ്ടാക്കണ പോലെ തന്നെയാണ്. നമ്മള് സ്റ്റാർ ലെവലിക്കൊന്നും പോകണ്ട, നമ്മളല്ല തട്ടുകട ലെവലിക്ക് വന്നാൽ മതി. ഈ പച്ചക്കറിക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണ്ടേ. ചോറില് നമ്മള് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുണ്ട് കേട്ടോ ഞാന്. പച്ചക്കറി ഇതാ ഒരുപാട് വേവൊന്നും വേണ്ട കേട്ടോ. കണ്ടില്ലേ, കണ്ടോ? ഇനി ഇതാ ഇതിക്കില്ലേ ഈ ചോറ് ഇങ്ങനെ ഇട്ട് കൊടുക്കണ്ടേ. എന്തൊക്കെ പറഞ്ഞാലും ബസുമതി റൈസ് അതൊരു ഭംഗി തന്നെയാണ്. ചന്തൊന്ന് വേറെ തന്നെയാണ്. കുഴിമന്തി ഉണ്ടാക്കാൻ കുഴിയൊന്നും വേണ്ട കിച്ചിട്ടാ. ഞാൻ കുഴിമന്തി ഉണ്ടാക്കി തരാം നിങ്ങൾക്ക്. ക്രിസ്മസ് ആവട്ടെ. കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ട ചീകിയില്ലേ, പൊട്ടിച്ചിട്ടില്ലേ, അതും കൂടി ഇട്ടിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. രാത്രി വേലക്ക് പോയി രാത്രി ഭക്ഷണം ഒന്നും കഴിക്കണ്ടേ? വേലക്ക് ഒന്നും കിട്ടില്ല. ഇതാ ഇത് വാങ്ങുന്നുണ്ട് ചേനെ. ഇതാ കണ്ടോ നമ്മുടെ ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ഒക്കെ കളറായി. നല്ല മുട്ടയുടെയും പച്ചക്കറിയുടെയും ഒക്കെ എണ്ണ ചൂടായിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലേ ഇതൊക്കെയല്ലേ ഇങ്ങനെ ഞായറാഴ്ച നമ്മള് കടയിൽ പോയി കഴിക്കണേക്കാട്ടിലും നല്ലതാണ് കേട്ടോ. നമ്മുടെ വീട്ടിലില്ലേ ഉണ്ടാക്കി നമുക്ക് വയറ് നിറച്ച് മുക്കുമുട്ട തിന്നാ. ഇതാ കണ്ടോ നമ്മുടെ ഇറച്ചിക്കറി കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞു വന്ന് കണ്ടോ. ചട്ടിയിൽ വെച്ചാലേ ഒരു ചന്തം കൂടുതലാണ്. പിന്നെന്താ ഇതേപോലെ ചാറ് പോയോ? എന്താ കുറുകിയോന്നോ? നോക്കിയൊക്കെ അതിൽ ചാറില്ലാത്ത പോലെ കാണും. ചെറുതായിട്ടൊന്ന് കുറുകണ്ടേ, മാറ്റി വെച്ചോ. അതില് ഊണൊക്കെ നേരത്തെ അത് മതി. ഇത് മതി. കാരണം നമ്മള് മാത്രല്ലേ ഉള്ളൂ. അവര് സുകന്യ വൈകുന്നേരത്ത് വരും കേട്ടോ. സുകന്യില്ല, സതിയില്ല. സതിയേട്ട ഉണ്ട്. എന്താ സതിയേട്ടന്റെ കൂട്ടുകാരന്റെ വീട്ടിക്ക് പോയി. ഇപ്പൊ ഇല്ല കേട്ടോ. ഞാനിപ്പോ ഇല്ലാന്നല്ലേ പറഞ്ഞു. പിന്നെ നമ്മളൊരു കാര്യം പറയാന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസമായിട്ടോ മറന്നുപോയി. ഒരു കാര്യം പറയാ ഒരു ദിവസം എന്താ മറന്നുപോയില്ല. അപ്പൊ പിന്നെ നമ്മൾ ഇന്നലെ ഷോർട്സ് എടുത്തത്, വീഡിയോ എടുത്തിട്ടില്ല. ഞങ്ങളപ്പോ കാഞ്ഞിരത്ത് വീട്ടിൽ പോയിട്ട് വരുന്ന സമയത്ത് നമുക്ക് വെള്ളം കുടിക്കാൻ ദാഹം വന്നിട്ട് നമ്മളൊരു കടയിൽ കയറി. കടയിൽ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിട്ട് കേറിട്ടോ. കരിമ്പ് ജ്യൂസ് അടിക്കുന്നത് കണ്ടപ്പോ ജ്യൂസ് കുടിക്കണം പറഞ്ഞിട്ട് അവിടെ നിർത്തി. എനിക്ക് ജ്യൂസ് കുടിക്കണം, വെള്ളം കുടിക്കാനായിട്ട് പറഞ്ഞിട്ട് നിർത്തി. പൈസ ഇല്ലാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടല്ല, കുടിച്ച് പകുതിയായപ്പോ പറഞ്ഞ നിങ്ങൾ പൈസ ഇല്ലാന്നുള്ള വിഷമത്തില്
ഇവിടെ വന്നിട്ട് വെള്ളം കുടിക്കാണ്ട് പോകരുത്. പോവരുത്. അത് അങ്ങനെ പോയാക്കി ഭയങ്കര വിഷമാവും. അപ്പൊ നിങ്ങൾ സമാധാനത്തിൽ ആദ്യം വെള്ളം കുടിക്കുന്നു പറഞ്ഞിട്ട് ആദ്യം ഒരു ഗ്ലാസ് തന്നു. അത് പകുതിയായപ്പോ പിന്നെയും ഞങ്ങൾക്ക് തന്നു. അത് ഗ്ലാസ് ആക്കിട്ട് തന്നുട്ടോ. അങ്ങനെ വെള്ളം തന്നു. അപ്പൊ എന്നിട്ട് പറഞ്ഞു ഇയാളെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ട്, എവിടെ വീട് ചോദിച്ചിട്ട് എന്നോട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീട് കാഞ്ഞിരത്താണ്, ഞങ്ങള് കാഞ്ഞിരത്ത് പോയിട്ട് വരികയാണ് എന്ന് പറഞ്ഞു. നമ്മളെ കെട്ടുനിറക്കി പോയിട്ട് വരികയാണ്. അപ്പൊ പൈസ ആയിട്ട് ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്നൊക്കെ കെട്ടുന്നവരുടെ ആവശ്യത്തിന് അങ്ങനെയാണ് ചില്ലറയില്ലാതായി പോയത്. അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവും. അപ്പൊ അവര് പറഞ്ഞു എന്താ നിങ്ങള് ഇവിടെ വരുമ്പോ ആര് വരിക വെച്ചാലും ഞങ്ങളല്ല ആര് വരികയാണ് വെച്ചാലും ഒരു സാധനം ഇവിടെ ഉണ്ടെങ്കിൽ ഒരു സാധനം ഇവിടെ ഉണ്ടെന്നല്ല, എന്റെ അടുത്ത് വന്നിട്ട് കുടിക്കാൻ വെള്ളം കുടിക്കാൻ തയ്ച്ചിട്ട് എന്റെ അടുത്ത് വന്ന് വെള്ളം കുടിക്കാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞിട്ട് വെള്ളം കുടിക്കാതെ പോകരുത്. പിന്നെ ഗൂഗിൾ പേ ഞാൻ പറഞ്ഞു ആരുടെങ്കിലൊക്കെ നമ്പർ ഉണ്ടെങ്കിൽ തരും. ഞങ്ങളപ്പോ പറഞ്ഞു അത് ഞങ്ങൾക്ക് വിഷമാണ്, പൈസ വാങ്ങാതെ വെള്ളം കുടിച്ചിട്ട് വരുമ്പോ അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഇല്ലെങ്കിലും നിങ്ങളുടെ മകന്റെ മകളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഉണ്ടാവല്ലോ, ആരെങ്കിലും തന്നാ മതി പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു വിഷമേ നിങ്ങൾക്ക് തോന്നരുത്, അങ്ങനെ ആലോചിക്കുകയോ ചെയ്യരുത്. പറയുന്ന ഒരു മനുഷ്യനെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ്. പൈസക്ക് വേണ്ടിയിട്ടാണ് ആരായാലും കച്ചവടം ചെയ്യുന്നൊക്കെ പൈസക്ക് വേണ്ടിയിട്ടാണ്. ഈ കാര്യം ഒന്നും വെറുതെ കിട്ടുന്നതല്ലല്ലോ, അവരതിന് വേണ്ടി ചിലവാക്കുന്ന സമയം അതിന് വേണ്ടിയിട്ടല്ലല്ലോ. അപ്പൊ ആരായാലും അവനാന്റെ കുടുംബത്തേക്ക് 10 രൂപ കിട്ടാൻ വേണ്ടിയിട്ടല്ലേ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അപ്പൊ അതിൽ ഭയങ്കര വ്യത്യസ്തനായിട്ട് ഒരാളെ നമ്മളപ്പോ എന്താ വെച്ചാൽ വീഡിയോ എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് വീഡിയോ നമ്മളതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ലല്ലോ നിക്കണത്. നമ്മളെ ഞെട്ടിച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞു കേട്ടോ. നമ്മള് പൈസ വാങ്ങാതിരിക്കും അല്ലെങ്കിൽ ഗൂഗിൾ പേ ഉണ്ടാവില്ല ഇത് കുടിച്ചു തീരുന്ന വരെ ഈ മനുഷ്യൻ ഇതൊന്നും പറഞ്ഞില്ല. കുടിച്ചു തീരുമ്പോഴാണ് പറയുന്നത് നിങ്ങൾ ഒരിക്കലും ഇവിടുന്ന് വിഷമിച്ച് നിങ്ങൾ തിരിച്ചു പോകരുത്, എനിക്ക് പൈസ ഒന്നും ഇല്ലല്ലോ എന്ന് വിഷമിച്ചിട്ട് പോകരുത്. അതൊക്കെ ഭയങ്കര വിഷമാവും കേട്ടോ. നിങ്ങൾ ഇതിനായിട്ട് വണ്ടിയിൽ എണ്ണ അടിച്ചിട്ട് ഈ പൈസ തരാൻ വേണ്ടിയിട്ടും ഇവിടെ വരാം, എനിക്ക് വിഷമാണ്. നിങ്ങൾ ഇതിന് എപ്പോഴെങ്കിലും റോട്ടിൽ കൂടെ പോകുമ്പോ ഓർമ്മയുണ്ടെങ്കിലും അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിലും മാത്രം എന്നെ ഓർത്തിട്ട് തന്നാൽ മതി. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ട് ഒരിക്കലും നിങ്ങൾ വരരുത്, എന്നെ കുറിച്ച് ഇത് ഓർക്കും ചെയ്യരുത്. നമുക്കത് എന്താ നിങ്ങളോട് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കര സന്തോഷമായി. അതേപോലെ തന്നെ നമ്മുടെ കണ്ണു നിറഞ്ഞ ആ സമയത്ത് കേട്ടോ. പിന്നെ എന്താ വെച്ചാൽ നമ്മള് അമ്പലത്തിൽ നിന്ന് ഇങ്ങനെ വരുമ്പോ നമ്മളെ എത്ര പേര് ഇതുണ്ടെങ്കിലും ശരിക്കില്ലേ ഒരു മനുഷ്യനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ചില മനുഷ്യർക്കേ സാധിക്കുള്ളൂ. അതേപോലെ ഇപ്പൊ കണ്ടില്ല ചില മനുഷ്യർക്ക് സാധിക്കും, അങ്ങനെയല്ല തെറ്റിപ്പോയി ക്ഷമ തെറ്റിയിരിക്കണ കിച്ചു വന്നോ, അറ്റാക്ക് വന്നോ ഇരുന്നോ. എടുത്തരാം ഇതിക്ക് കറി വേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ചില്ലി മാത്രം മതി ശരിക്ക്. ഞാനപ്പോ കറി എടുത്തപ്പോ അമ്മ ഇരിക്കുന്നു വരും കഴിച്ചിരിക്കും. എത്ര നേരം വീഡിയോ എടുത്താലും ഊണൊക്കെ ഉണ്ടെന്ന് തമ്മുട്ടി ആദ്യം പോയിട്ട് ഇരിക്കും. ഇത് ശരിയല്ല കേട്ടോ അമ്മോ. കൈയും കാലം വറക്കണ എനിക്കാണ്. അനക്ക് കൈകാലം വറക്കണ്ട രാവിലെ എന്നാ ഇരുന്ന് കഴിച്ചേ കുഴപ്പമില്ല. ഞാൻ വെറുതെ കുട്ടി കഴിച്ചേ. ചില്ലി വേണ്ടേ? എന്ത് ചില്ലി കിച്ചന്റെ മുമ്പിലോ? കിച്ചു എല്ലാവർക്കും നല്ല അതെ, കഴിക്കില്ലെങ്കിലും അവരുണ്ടെങ്കിലും തിരക്കുണ്ടാവും. അടി ഉണ്ടാക്കണോക്ക് സാലഡ് വേണം ഏട്ടാ. കിച്ചു നോക്ക് കഴിക്കുന്നത് ചിക്കൻ കറി കൂട്ടിട്ടേ. ചേട്ടാ അങ്ങനെ അല്ലേ അത് കഴിക്കിയത്, ചില്ലി മാത്രം കൂട്ടിട്ട് കഴിക്കേ. അവനെങ്ങനെ ഇഷ്ടച്ചക്കൻ കഴിക്കട്ടെ, അവനെങ്ങനെ കഴിക്കട്ടെ. ഏട്ടാ കഴിക്കാൻ വിളമ്പ്. ഇതാ എല്ലാവർക്കും വിളമ്പിട്ടുണ്ട്. ഞാൻ കഴിച്ചു തുടങ്ങിക്കോളൂ. ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞാ പിന്നെ വീട്ടിൽ എടുക്കാൻ പറ്റില്ലല്ലോ അമ്മ. അപ്പൊ നിങ്ങൾ കുറച്ച് കഴിച്ചിട്ട് ഞാനിരുന്ന് ഞാനിരിക്കാം. വിളമ്പി വെച്ചിട്ടുണ്ട്. അങ്ങനെ തോന്നുന്നു. ചില്ലി എടുത്തോളി. എന്ത് അതൊന്നും കുഴപ്പമില്ല, അത് എടുത്തോളാം. സതിയേട്ടനൊക്കെ ഉള്ളത് എടുത്ത് വെച്ചു കേട്ടോ. അപ്പൊ ഞങ്ങള് കുഴപ്പമില്ല. അമ്മ സാലഡ് ഉണ്ടാക്കിയിരുന്നു. ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞതിന് മുന്നേ തന്നെ ഞാൻ ഇരുന്നോളാം കേട്ടോ. അപ്പൊ നിങ്ങള് കഴിച്ചോളൂ. എങ്ങനെയുണ്ടെന്നൊക്കെ പറയണം, ഇഷ്ടമായെന്നൊക്കെ പറയണം. ഇത് നമ്മുടെ വെജിറ്റബിൾ ആണ്, അല്ല മുട്ടയാണ് അല്ലേ? മുട്ടയുണ്ട്, വെജിറ്റബിൾ ഉണ്ട്. എങ്ങനെയുണ്ട് കിച്ചിട്ടാ? ചിക്കൻ ഫ്രൈഡ് റൈസ് അല്ല, മുട്ട ഫ്രൈഡ് റൈസ് ആയിട്ടുള്ളൂ അല്ലേ?
എങ്ങനെയുണ്ട് അച്ചു? എന്താണ് ആരും ഒന്നും പറയാത്തത്? ആ പിന്നെ പറയാന്നപ്പോ സമയല്ലോ കഴിഞ്ഞിട്ട് പറയാലേ. അത് അമ്മ എന്താ പറയണ പറയാൻ പറ്റി? ചിക്കൻ ഫ്രൈ എന്താ നന്നായിട്ടുണ്ട്. അമ്മക്ക് ഇഷ്ടായിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, ഇതില് കുറച്ച് ഉപ്പിന്റെ അമ്മയുണ്ട്. എന്തിനാ ചോറില് മാത്രം കേട്ടോ, ബാക്കിയെല്ലാം ശരിയാണ്. കറി വെക്കുമ്പോ ശരിയാണല്ലേ. കൊണ്ട കറി എടുത്ത് കണ്ട അവൻ ആദ്യം തന്നെ അതൊക്കെ തീരുമാനിച്ചുറച്ചിട്ടുള്ള വരപാട്. കരുതി കൂട്ടിട്ട് പരിപാടിയില് വെച്ച് ഏട്ടാ വാ ഏട്ടനും കഴിക്കപ്പാ. എന്നാ പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ട് ബാക്കി വീഡിയോ എടുക്ക അല്ലേ. ഏട്ടന്റെ പാട്ട് സൂപ്പറായി പറഞ്ഞിട്ട് കൊറേ കമന്റ് കണ്ടു കേട്ടോ. ഏട്ടാ ഒന്നും പൊന്തിയില്ലേ? എന്റെ കഷ്ടപ്പാടൊക്കെ ദൈവത്തിന് അറിയോ. അപ്പൊ ഏട്ടന്റെ പാട്ട് നന്നായി പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ കമന്റ് നോക്കിയതാണ് കേട്ടോ. അതില് ഏട്ടന്റെ പാട്ട് നന്നായി പറഞ്ഞിട്ട് ഇട്ടിരുന്നു. നമ്മള് 3-4 ദിവസം മുന്നേ എടുത്തു വെച്ച വീഡിയോ കേട്ടോ. നമ്മള് 3-4 പാട്ടുണ്ടാവുകൊണ്ട് ഇത്ര ദിവസം വഴുകി പോയതാണ്. 3-4 ദിവസം മുമ്പ് എടുത്തു വെച്ച വീഡിയോ ആണ്. അപ്പൊ എന്താ ഏട്ടൻ അതേപോലെ സുകന്യയുടെ ചമ്മന്തി നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. സുകന്യ ഇല്ല കേട്ടോ. സുകന്യ എന്തായാലും കാണുണ്ടാവോ കമന്റ് ഒക്കെ. 4 മണിയായോ? 4 മണിയായി. അപ്പൊ അമ്മ എന്തെങ്കിലും പറയമ്മ? അപ്പൊ വല്ലണ വലിച്ചു കിട്ടണോ? കാര്യം പറ, വേഗം പറ. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്തായാലും അറിയിക്കുകയും വേണം. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.